ഒരു വർഷത്തിൽ 10-ൽ നിന്ന് 50-ലെത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊച്ചിയിൽ യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് മീറ്റപ്പാണ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകുന്നത്. പുലർച്ചെ 3:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ 9:30 ആയപ്പോഴേക്കും അവിടെ എത്തി. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് താജ് മലബാർ റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും പിന്നെ രജിസ്ട്രേഷൻ്റെ സമയമായി. അപ്പോൾ യൂട്യൂബ് നമുക്ക് അയച്ചിട്ടുള്ള മെയിലെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുക. അതെല്ലാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും യൂട്യൂബ് അയച്ച മെയിലെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിത്തരുന്നുണ്ട്. മെയിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലും ഒരു ബാൻഡൊക്കെ കെട്ടിത്തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉള്ളിലേക്ക് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിൽ കെട്ടിത്തന്നിട്ടുള്ള ബാൻഡ്. നമ്മൾ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ അവിടെ വന്നവർക്കെല്ലാം പലതരത്തിലുള്ള സ്നാക്സും ചായയും ഒക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാനൊരു കുപ്പി വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു സെക്ഷനിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ നെയിം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ നെയിം നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. അത് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരും അവിടെ സ്വന്തം ചാനലിൻ്റെ ഹാൻഡിൽ നെയിം റൗണ്ട് ചെയ്തെടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതിനിടയിലൂടെ എല്ലാം പോയി ഞാൻ നമ്മുടെ ചാനലിൻ്റെ നെയിം റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ഡി റൗണ്ട് ചെയ്യാൻ മറന്നുപോയി. ജി ക്രാഫ്റ്റ്സ് ആൻഡ് ജി വേൾഡിൻ്റെ ഡി റൗണ്ട് ചെയ്തതിൽ പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ മോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നേരത്തെ എത്തിയതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിന്നതിന് ശേഷമാണ് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. 11:30 ആയപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 10 മണി മുതൽ 2 മണി വരെയാണ് പ്രോഗ്രാം ടൈം എന്നൊക്കെയാണ് മെയിലിൽ ഉണ്ടായിരുന്നത്. ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതുകൊണ്ട് മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് കാണാൻ പറ്റി. യൂട്യൂബിൻ്റെ ആദ്യമായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളോട് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഗെയിമുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് നമ്മുടെ വിട്ടുപോയി. അവർക്ക് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് മൗന പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മീറ്റപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് മീറ്റപ്പിലേക്ക് ഇപ്പോൾ വരുന്നത് സെൻസറി മനീഷ് വിഷ്ണു ആണ്. ഇവരുടെ വീഡിയോസൊക്കെ നമ്മളെല്ലാവരും യൂട്യൂബിലൊക്കെ കാണുന്നവരാണ്. അവർ സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം ആദ്യം അവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അവർ വന്നതിന് ശേഷം കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലേക്ക് വന്നത് ബ്യൂട്ടി വ്ളോഗറായ ശരണ്യ നന്ദകുമാറാണ്. ഫേമസ് യൂട്യൂബേഴ്സായ ഇവരെല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പിന്നീട് സ്റ്റേജിലേക്ക് വന്നത് യൂട്യൂബ് പാർട്ട്ണർ മാനേജറായ അതുൽ വിനോദാണ്.
അവർ യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മൾ ടാഗ് കൊടുക്കണോ വേണ്ടയോ, ഹാഷ് ടാഗ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ അഭിമാനമായ KL ബ്രോയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ യൂട്യൂബിൽ വളർന്നു വന്നതിൻ്റെ ഓരോരോ കാര്യങ്ങളും അവരവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബിജുവിന്റെ ഞാൻ തന്നെ പറയാം, എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ബിജുവിന്റെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറിയുണ്ട്. പാൻഡമിക്കില് നമ്മുടെ കൊറോണ വരുന്നത് വരെ ബിജു ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിജുവിന് പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുകയും പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു നാടകമോഹം ബിജുവിന് വരുന്നത്, തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ബിജു യൂട്യൂബ് തുടങ്ങുന്നത്. ആദ്യത്തെ 2021 ബിജു ആ ജേർണി തുടങ്ങിയത്. ആദ്യത്തെ എത്രയോ മാസം ബിജുവിന് അത്ര വലിയ ഗ്രോത്ത് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ പല ക്രിയേറ്റേഴ്സും ആദ്യത്തെ ഒരു മാസം, 2 മാസം, 3 മാസം വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് അല്ലെങ്കിൽ വ്യൂസ് ഇല്ലെന്ന് കംപ്ലീറ്റ്. പക്ഷെ ഈ മനുഷ്യൻ പരിപാടിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നവരെ അതിപ്പുറം വിളിച്ചോണ്ടാണ്. ഞാൻ ഇപ്പോൾ എവിടെയാന്ന് പുള്ളി വിളിച്ചാൽ ഞാൻ പോകും. പുള്ളീനെ നമ്മൾ 27 ബന്ധാക്കി നമ്മളെ ഇങ്ങനെ ഇപ്പോൾ ഇതിനൊക്കെ എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് വീഡിയോ ഇട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാം അതിൽപ്പുറം പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ തോന്നും വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഡൗൺ ആയിട്ട് ആരും കാണുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മളിരിക്കും, അത് നിർത്താൻ പാടില്ല, നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു നാള് നമ്മളെ സമയം വരും. ആ സമയത്ത് നമ്മൾ നല്ല വീഡിയോകളെല്ലാം യൂട്യൂബിൻ്റെ ഈ ഒരു കുഞ്ഞു പ്ലേ ബട്ടൺ നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഗെയിമിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് അവിടെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം അടിപൊളി ലഞ്ചൊക്കെയാണ് നമുക്കവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ചിക്കനൊന്നും കഴിക്കാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഹസ്ബൻഡ് മക്കളും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോരുമ്പോൾ നമുക്ക് യൂട്യൂബ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിലെ കുറച്ച് മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.